നയനയുടെയും ആദർശിൻ്റെയും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നവ്യടുത്താണെങ്കിൽ ജലജ പറയുന്നുണ്ട് കേട്ടോ, നമ്മളെ വളർച്ചയ്ക്ക് നമ്മളെ കുടുംബക്കാർ തന്നെ തടസ്സമാണെങ്കിൽ നമ്മൾ അവരെ തള്ളിക്കളഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് തന്നെ പോകണം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മൾ താഴ്ചയിലോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കത്തുള്ളൂ എന്നൊക്കെ നമ്മൾ ജലജ നവ്യയ്ക്ക് പറഞ്ഞു കൊടുക്കും. പിന്നാണെങ്കിൽ നമ്മൾ ആദർശിൻ്റെ നയനയാണെങ്കിൽ നന്ദുവിനെ പോയി കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, ആദർശേട്ടാ ഇതിങ്ങനെ വിട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ല, ഏഞ്ചലറുടെ പിന്നിൽ ആരാ ഉള്ളതെന്ന് നമുക്ക് എന്തായാലും കണ്ടുപിടിച്ചേ നമുക്ക് പറ്റും, അല്ലെങ്കിൽ ഓരോ ദിവസം കൂടുമ്പോഴും ഓരോ പ്രശ്നത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ നന്ദു. പിന്നെ ആണെങ്കിൽ നമ്മളെ കനകയാണെങ്കിൽ നമ്മൾ അബിക്കാണെങ്കിൽ ഏഞ്ചലറിൽ മാനേജറായിട്ട് ജോലി കിട്ടിയ കാര്യമൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവ്യയെ വിളിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നവ്യയ്ക്ക് വിളിച്ചിട്ടാണ് നമ്മൾ കനക താക്കീതൊക്കെ കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നവ്യ പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഇതൊക്കെ പറയുന്നത്, ഞങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ, ഞങ്ങളെപ്പോഴും ഇങ്ങനെ താഴ്ചയിൽ കിടന്നാൽ മതിയോ, നിങ്ങൾക്ക് നിങ്ങളെ ഇളയ മോള് മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ എന്നൊക്കെ നവ്യ ഇങ്ങനെ കനകയെടുത്ത് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ കനക പറയുന്നുണ്ട്, നീ നന്നായി കാണണമെന്ന് ഞങ്ങളെല്ലാവരെയും ആഗ്രഹം, പക്ഷേ നീ ആണെങ്കിൽ അറിയാത്തൊരു സത്യമുണ്ട്, അതെന്തായാലും നീ അറിയണം, ഇത്രയും നാൾ നീ അതറിഞ്ഞ് വിഷമിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും അത് മറച്ചു വെച്ചിരുന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നീ അത് അറിയാതിരുന്നിട്ടും കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കനക. അപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ പ്രൊമോ റിവ്യൂ അവസാനിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് പോലുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.